സിറിയ റഷ്യ ബന്ധം വീണ്ടും ശക്തമാകുന്നു. സിറിയയിൽ എംബസി തുറക്കാൻ ഒരുങ്ങുകയാണ് റഷ്യ. എംബസി തുറക്കാൻ വേണ്ട നടപടികളുമായി മുന്നോട്ടു പോവുകയാണെന്ന് റഷ്യൻ അധികൃതർ തന്നെയാണ് അറിയിച്ചത്. സിറിയയുമായി നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്നും അധികൃതർ വ്യക്തമാക്കി. വിമതർ ബഷർ അൽ അസദ് സർക്കാരിനെ പുറത്താക്കിയതോടെയാണ് റഷ്യ സിറിയ ബന്ധം ഉലഞ്ഞത്. അസദിനെ റഷ്യ പിന്തുണച്ചിരുന്നു. മാത്രമല്ല, ഭരണം നഷ്ടമായ അസദ് റഷ്യയിലാണ് രാഷ്ട്രീയ അഭയം തേടിയത്. അസദിനെ പിന്തുണച്ചിരുന്ന രാജ്യമെന്ന നിലയിൽ സ്വാഭാവികമായും വിമതർ റഷ്യയുമായി നല്ല ബന്ധത്തിലായിരുന്നില്ല. എന്നാൽ വിമത നേതാവ് ജൊലാനി റഷ്യയുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കാനുള്ള താൽപ്പര്യം പ്രകടിപ്പിച്ചതോടെയാണ് റഷ്യ സിറിയയിൽ എംബസി തുറക്കാനുള്ള തീരുമാനം അറിയിച്ചത്. റഷ്യയുടെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി മിഖായേൽ ബോഗ്ദനോവിൻ്റെയും സിറിയൻ വക്താവ് അലക്സാണ്ടർ ലാവ്റന്റിയേവിൻ്റെയും നേതൃത്വത്തിലുള്ള സംഘം ചൊവ്വാഴ്ച ദമാസ്കസിൽ സിറിയൻ നേതാവ് അഹമ്മദ് അൽ ഷാറയുമായി കൂടിക്കാഴ്ച നടത്തി. എല്ലാ പ്രശ്നങ്ങളെക്കുറിച്ചും തുറന്ന ചർച്ച നടത്തിയതായി റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. കഴിഞ്ഞകാല തെറ്റുകൾ ആവർത്തിക്കരുതെന്നും സിറിയൻ ജനതയുടെ താൽപ്പര്യം പരിഗണിക്കണമെന്നും സിറിയ ചർച്ചയിൽ ആവശ്യപ്പെടുകയും ചെയ്തു. റഷ്യയുടെ നാവിക താവളം ടാർട്ടസിലും തുറമുഖ നഗരമായ ലതാഗിയയ്ക്ക് സമീപമുള്ള ഫെയിം എയർബേസിൽ നിലനിർത്താനാണ് റഷ്യ ശ്രമിക്കുന്നത്. എന്നാൽ അത്തരം പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് മറ്റ് നടപടികൾ ആദ്യം സ്വീകരിക്കണമെന്നാണ് റഷ്യ കരുതുന്നത്. അസദിനെ സിറിയയിലേക്ക് തിരികെ കൊണ്ടുവരാൻ സിറിയ റഷ്യൻ പ്രതിനിധികളോട് ആവശ്യപ്പെട്ടു. യുദ്ധസമയത്ത് റഷ്യയുടെ സൈന്യം വരുത്തിയ നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം വേണമെന്നും സിറിയ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ നഷ്ടപരിഹാരം നൽകാൻ റഷ്യ വിസമ്മതിച്ചിട്ടുണ്ട്. യുദ്ധസമയത്ത് അസദിനെ ഏറ്റവും അധികം പിന്തുണച്ചത് റഷ്യയാണ്. വിമതർ അസദ് കുടുംബത്തിൻ്റെ 50 വർഷം നീണ്ട ഭരണത്തെയാണ് അട്ടിമറിച്ചത്. 12 ദിവസം നീണ്ട പോരാട്ടത്തിനൊടുവിലാണ് ബഷർ അൽ അസദിന് ഭരണം നഷ്ടമായത്. കുറഞ്ഞത് 24,000 സിറിയൻ സിവിലിയന്മാർ റഷ്യൻ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായാണ് കണക്ക്. 2024 ഡിസംബർ 8 അസദും കുടുംബവും സിറിയയിൽ നിന്ന് മോസ്കോയിലേക്ക് പലായനം ചെയ്തു. മാനുഷിക പരിഗണനയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് റഷ്യയിൽ അഭയം നൽകിയതെന്ന് പിന്നീട് റഷ്യ അറിയിച്ചു. സിറിയയും റഷ്യയും തമ്മിൽ നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കുന്നത് നിർണായക നീക്കമായാണ് വിലയിരുത്തൽ. ഇസ്രായേലിൻ്റെ ഭീഷണി തടയാൻ സിറിയയെ റഷ്യയുമായുള്ള ബന്ധം സഹായിക്കും. ഇറാന് ശക്തമായ പിന്തുണയാണ് റഷ്യ നൽകുന്നത്. റഷ്യയാണ് ഇറാൻ്റെ കരുത്ത് എന്ന് വേണമെങ്കിൽ പറയാം. അസദ് ഭരണകാലത്ത് റഷ്യ വിമതരോട് കാട്ടിയ അതിക്രമങ്ങൾ പൊറുത്താൽ സിറിയയ്ക്ക് ഇസ്രായേലിൻ്റെ ഭീഷണിയെ റഷ്യയുടെ സഹായത്തോടെ നേരിടാൻ കഴിയും.